എത്ര മനോഹരമാണ് വില്യം അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഗീതകങ്ങൾ. വലിയ നാടകം കൊണ്ട് പണക്കാരനായി. ആ പണമല്ലേ നിന്റെ ഉദ്ദേശം? ഞാൻ നാടകങ്ങളെ സ്നേഹിക്കുന്നു, വില്യമിനെയും. പണ്ഡിതന്മാർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കും വരുംകാല തലമുറകൾക്കും വേണ്ടി വില്യം ഷേക്സ്പിയർ എഴുതി വെച്ച വിൽപത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ നാടകം. അതെ, അതിലൊന്ന് ഞങ്ങളിവിടെ കളിക്കാൻ പോകുന്നു. ഒഥല്ലോ. ഇനി ഗ്ലോബിലേക്ക്. അതെ, ഗ്ലോബ് തിയേറ്ററിലേക്ക്. വിണ്ണിൽ പൂത്ത പൂവായി മണ്ണിൽ നീയായി വന്നു ഡാലിയ പൂങ്കവേ മഞ്ഞുനീർ തൊട്ടുപോ എൻ വെണ്ണക്കൽ ശില്പമേ നക്ഷത്രദ്യുതിയുള്ള നിൻ കണ്ണുകളിൽ സ്നേഹത്തിൻ നിഴൽ ശോഭ തിരയുന്നു ഞാൻ. നക്ഷത്രദ്യുതിയുള്ള നിൻ കണ്ണുകളിൽ സ്നേഹത്തിൻ നിഴൽ ശോഭ തിരയുന്നു ഞാൻ. ഞാൻ കാത്ത മഴമുത്തിൻ യുഗവേദന, ഞാൻ കാത്ത മഴമുത്തിൻ യുഗവേദന പവിഴാധരങ്ങളിൽ വൈഡൂര്യമായി വിണ്ണിൽ പൂത്ത പൂവായി മണ്ണിൽ നീയായി വന്നു ഡാലിയ പൂങ്കവേ മഞ്ഞുനീർ തൊട്ടുപോ എൻ വെണ്ണക്കൽ ശില്പമേ. എന്റെ ഈ ഗ്ലോബ് തിയേറ്റർ എന്റെ അരികിൽ ചൂട് വെക്കുന്ന ആദ്യത്തെ പെണ്ണാണ് നീ. കൂട്ടിന് നീയും നിന്റെ സംഗീതവും. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അരങ്ങിലെത്തും? വില്യമിനെ ഞാൻ എങ്ങനെ പരിചയപ്പെടും? ഗാലറികൾ ശൂന്യം, ആർപ്പ് വിളികളില്ല, കരഘോഷങ്ങളില്ല. അരങ്ങിൽ നമ്മൾ മൂന്നാൾ മാത്രം. ഇല്ല ശിക്ഷാർഹമായ തെറ്റ്, അരങ്ങിൽ ഈ പെണ്ണടനം. ലണ്ടൻ നാടകവേദി സ്ത്രീക്ക് നിഷിദ്ധമല്ലേ? അതുകൊണ്ടല്ലേ അങ്ങയുടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ ചെറുപ്രായക്കാരായ ആൺകുട്ടികളെ തേടി പോകുന്നത്? പക്ഷേ ഷേക്സ്പിയറിന്റെ മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്.
നിന്നെ പോലെ എത്രയോ പെൺകുട്ടികൾ ആടാനും പാടാനും അഭിനയിക്കാനും കഴിവുള്ളവർ അടയ്ക്കപ്പെട്ട വാലിന് പിന്നിൽ ക്ലാവും തുരുമ്പെടുത്ത് നശിക്കുന്നു. ഗ്യാലറികൾ ശൂന്യമാണെങ്കിലും റോക്സാന, നീ ഇഷ്ടം പോലെ ചുവടുകൾ വെച്ചോളൂ. എനിക്ക് ഒറ്റ പ്രേക്ഷകൻ മാത്രം മതി. അതാരാ? മറ്റാരും. സ്വപ്നം കണ്ട അമ്മ. പ്രഭാതം മുതൽ രാത്രി വരെ ഒരു യന്ത്രം പോലെ വീട്ടുജോലികൾ ചെയ്തിരുന്ന എന്റെ അമ്മയാണ് അച്ഛന്റെ കോട്ടിൽ നിന്ന് പണം കട്ടുതന്നത്. അന്ന് സ്റ്റാറ്റ്ഫോർഡിൽ വരുന്ന നാടോടികളുടെ നാടകം കാണാൻ. രാത്രിയിൽ പേടിക്കാതിരിക്കാൻ എന്റെ കയ്യിൽ ഒരു രക്ഷാക്കല്ല് തരുമായിരുന്നു അമ്മ. വർഷം 5 പൗണ്ട് ഫീസ് അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് കിങ്സ് സ്കൂളിൽ നിന്നും എന്നെ പുറത്താക്കിയപ്പോ പൊട്ടിക്കരഞ്ഞ എന്റെ അമ്മയുടെ മുഖം ഞാൻ ഇന്നും ഓർക്കുന്നു. ദാരിദ്ര്യത്തിന്റെ നടുവിലും എനിക്കായി നല്ല വസ്ത്രങ്ങൾ സമ്മാനിച്ച അമ്മ. ഒരിക്കൽ മകൻ രാജാവാകുമല്ലോ എന്ന് പ്രതീക്ഷ നിറഞ്ഞ അമ്മയുടെ കണ്ണുകളിലെ വാത്സല്യം, ആർദ്രത, എന്റെ അമ്മയുടെ മുഖമാണ് അവൾക്ക്, റോക്സാനയ്ക്ക്. അവളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മയാണ്. ഒരു അമ്മയോടുള്ള ആഴമേറിയ ബഹുമാനവും സ്നേഹവും പ്രണയമാണെങ്കിൽ എനിക്കവളോട് പ്രണയമാണ്. എന്റെ അമ്മയോടുള്ള സ്നേഹം. റോക്സാന, റോക്സാന, വില്യം, ഒരമ്മയുടെ സാന്നിധ്യവും വാത്സല്യവും എന്നിൽ കാണുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രണയമുണ്ടോ? വിശ്വപ്രണയം. എനിക്കിപ്പോൾ മനസ്സിലാകുന്നു ഏതു കർമ്മബന്ധത്തിൻ്റെ ചരടാണ് നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന്. പ്രായം നിശ്ചയിക്കുന്ന സമയകാലങ്ങൾ നമുക്ക് മുന്നിൽ വഴിമാറട്ടെ. ഞാനിപ്പോ ഒരമ്മയാണ്. ഞാൻ പ്രസവിക്കാത്ത ഈ മകന്റെ അമ്മ. ഒരു കടല് പോലെ ആഴമേറിയതാ ഈ അമ്മയ്ക്ക് നിന്നോടുള്ള വാത്സല്യം. നിന്റെ വേദനകൾ നീ എനിക്ക് തരിക. സർവം സഹായ ഭൂമിയെ പോലെ ഞാനത് ഏറ്റുവാങ്ങാം. പക്ഷെ നീ പറക്കണം ആകാശത്തോളം ഉയരെ ഉയരെ. ഈ മണ്ണിൽ ചവിട്ടി നിന്ന് നിന്റെ അമ്മയ്ക്കത് കാണണം. ഞാൻ എങ്ങോട്ട് പറക്കാൻ? എന്റെ അമ്മ ഒരു പെനി പോലുമില്ല എന്റെ കയ്യിൽ. സാരമില്ല മോനെ, ഒരിക്കൽ പണം നിന്നെ തേടിയെത്തും. അനന്യ സാധാരണയായ ഒരു അമ്മയ്ക്ക് പ്രബലനായ ഒരു മകനുണ്ടാകൂ. അമ്മേ, അതെ, എനിക്ക് അനന്യ സാധാരണയായ ഒരു അമ്മയാകണം. അതിന് നീ പ്രബലനായ ഒരു മകനാകണം. അതിനു വേണ്ടിയാ കുട്ടിക്കാലം മുതലേ നിന്റെ ഈ കാതുകളിൽ അക്ഷരങ്ങളും വാക്കുകളും ഞാൻ ഓതി തന്നത്. കഥകൾ പറഞ്ഞ് പറഞ്ഞ് നിന്നെ ഞാൻ ഉറക്കിയത്. വില്യം, നിന്റെ ഉള്ളിൽ ഉണർവിന്റെ വെളിച്ചം തെളിയട്ടെ. ചിന്തകളിൽ ശുദ്ധരക്തം നിരച്ചു കയറട്ടെ. മോനെ, മാലാഖമാർ മേഘമാലകൾക്കിടയിലെ പൂന്തോട്ടത്തിൽ ഈ എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ച നിധിയാ വില്യം, ഈ അമ്മയ്ക്ക്
അമ്മയുടെ ഈ പാദങ്ങളിൽ തൊടുമ്പോ ഒന്നല്ല 9 ലോകങ്ങൾ എന്റെ മുന്നിൽ തുറക്കപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട കുട്ടി, അമ്മയ്ക്കറിയാം, ഒരിക്കൽ നീ പകലിൽ സൂര്യനെ പോലെ ജ്വലിക്കും, രാത്രിയിൽ ചന്ദ്രനെ പോലെ നിലാവ് പൊഴിക്കും. പക്ഷേ അത് കാണാൻ ഈ അമ്മ ഉണ്ടാവോ? ഉണ്ടാവും. മരണം പരാജയപ്പെടുന്നത് അമ്മമാരുടെ മുന്നിൽ. കാരണം അമ്മമാർ എന്നും ജീവിക്കും മക്കളിലൂടെ. അതെ, അങ്ങനെയുള്ള ഒരു മകനാകണം എന്റെ ഈ വില്യം ഷേക്സ്പിയർ. 100 ജന്മത്തിന്റെ പുണ്യങ്ങളൊക്കെയും മാലാഖയ്ക്ക്